നമസ്കാരം. യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ ആദ്യത്തെ ആൽബം യേശുവേ കരുണാമയനെ എന്ന ആൽബം കഴിഞ്ഞിട്ട് ഞാനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായി. കരുണാമയനേ കരുണാമയനേ. എൻ്റെ വിചാരം ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു സോങ് ഫാക്ടറി ആകാനായിരിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായി. അപ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതുക, പാടുക, ഇറക്കുക. അപ്പോൾ എനിക്കുണ്ടായ ഒരു ചിന്തയായിരുന്നു, ഇതാണ് ഫ്യൂച്ചർ, ഇങ്ങനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഫെയിം ഉണ്ടാക്കാം, അങ്ങനെ യേശുവിനെ ഉയർത്താം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ. പക്ഷേ നമ്മുടെ ഉദ്ദേശശുദ്ധി എപ്പോഴും കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു മിനിസ്ട്രിക്ക് ആദ്യത്തെ ആൽബത്തിൻ്റെ പ്രൊസീഡ്സ്, അതിൻ്റെ മുഴുവൻ ലാഭം ഒരു ചർച്ചിന് കൊടുത്തു. അപ്പം എൻ്റെ വിചാരം അവർ എന്നെ പ്രൊമോട്ട് ചെയ്യും, എന്നെ സഹായിക്കും. അടുത്ത ആൽബം ഉണ്ടാകാൻ സഹായിക്കും. അത് അങ്ങനെ സംഭവിച്ചില്ല. അവർ സഹായിച്ചില്ല. അവരുടെ പാട്ടുകൾ ഇറക്കുന്നതിനോ അതിൻ്റെ വീഡിയോകൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺസേർട്ട് ചെയ്യുന്നതിനോ ഒരിക്കലും ആ പർട്ടിക്കുലർ ചർച്ച് ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഞാനൊരു ആദ്യമായിട്ട് 21 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. 21 ദിവസം പ്രാർത്ഥനയിലൊക്കെ ഇരുന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ 21ാമത്തെ ദിവസം വെളുപ്പിന് ഞാൻ രാത്രി ഇങ്ങനെ കർത്താവ് 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ടും ഒരു ബ്രേക്ക് ത്രൂവും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച രാത്രി ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിയിൽ അനുഭവിച്ചു. മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഇതാണ്, പൗലോസിൻ്റെ വാക്ക്, വാട്ട് ഐ വാസ് കൺസിഡറിങ് ആസ് എ പ്രോഫറ്റ് I consider it as loss for Christ's sake. So അതിൻ്റെ മലയാളമാണ്, ലാഭമായതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി. ഈ ചിന്ത എന്നെ ആഴത്തിൽ ചലിപ്പിക്കുകയാണ്, എൻ്റെ ഹൃദയം ആഴത്തിൽ ചലിക്കുവാണ്. യെസ്, കർത്താവ് പറയാണ്, ലാഭമായതെല്ലാം ഛേദമെന്ന് ഞാൻ നിമിത്തം നീ എണ്ണിയാൽ, യെസ്, നിൻ്റെ കാര്യം എൻ്റെ കാര്യം പോലെ ഞാൻ ചെയ്തു തരും എന്ന ഒരു വാഗ്ദത്തം എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതൊരു പാട്ടാണ്. പെട്ടെന്ന് ഗിറ്റാർ എടുത്ത് പെട്ടെന്ന് ആ പാട്ട് എഴുതി. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എൻ്റെ ഒരു ചിന്ത, കർത്താവ് ഈ പാട്ട് സ്വർഗത്തിലെ പ്ലേ ലിസ്റ്റിൽ ദൈവം പ്ലേ ചെയ്യുന്ന പാട്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം അങ്ങനെ ആയിട്ടില്ല, പക്ഷേ ചില പാട്ടുകൾ അങ്ങനെ ആണെങ്കിൽ അത് ഭൂമിയിൽ നമ്മൾ പാടുമ്പോൾ അത് യേശുവിൻ്റെ ചിന്തയാണെങ്കിൽ യേശു തന്നെ വന്ന് അത് കേൾക്കുന്നവനെ സ്പർശിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ആത്മീക ലോകത്തിൽ നമ്മൾ എഴുതേണ്ടിയ പാട്ടുകൾ പ്രശംസയ്ക്ക് പകരം, എൻകറേജ്മെൻറ്റിന് പകരം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഡിസ്കറേജ്മെൻ്റ് ആയിരിക്കും, നിന്ദയായിരിക്കും, റിജക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ അറിയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ജനിച്ചിട്ട് നിന്ദിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ തള്ളപ്പെട്ടതും ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടതുമെല്ലാം കർത്താവായ യേശുവാണ്. നീ യേശുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്ന ഒരു തൃപ്തി നമ്മുടെ കഷ്ടാനുഭവങ്ങളിൽ ഉണ്ടായാൽ നമുക്ക് ലോകത്തെ വിശ്വാസത്താൽ ജയിക്കാൻ പറ്റും. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെന്ന് തന്നെയാണ്, ജഡത്തിലെ കഷ്ടം. നമ്മുടെ അകത്തുള്ള ആത്മമനുഷ്യൻ ജഡത്തിൻ്റെ മനസ്സുകൊണ്ട് തന്നെ കഷ്ടപ്പെടാറുണ്ട്. ഒരു യുദ്ധം നമുക്ക് തന്നെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ ജയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇതിനകത്തെ എനിക്ക് പാട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ ഗിറ്റാർ എടുത്ത് ഒരു ട്യൂണിൽ എഴുതിയ ചിന്തയാണ്, ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണി ഏകാന്ത മരുവിൽ ഞാൻ സുഖമായി ഉറങ്ങി. മരുഭൂമിയിൽ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? മുഴുവൻ പാമ്പുകളും
തേളുകളും കുന്തറാണ്ടിയൊക്കെയാണ് പക്ഷേ അവിടെ സുഖമായി ഉറങ്ങണമെങ്കിൽ ദൈവാശ്രയമുള്ളവൻ സുഖമായി ഉറങ്ങും. കാരണം ഉറക്കം ദൈവം കൊടുക്കും, റെസ്റ്റ് കർത്താവ് കൊടുക്കും. ദൈവത്തിൽ ആശ്രയിക്കും, വിശ്രമിക്കും. അതുകൊണ്ട് അവന് ഉറക്കം കെട്ടുപോകത്തില്ല. ഏകനായ എന്നെ സോദരർ തള്ളി. അത് ഞാൻ അനുഭവിച്ചതാണ്, എപ്പോഴും അനുഭവിക്കാറുണ്ട്. പലരും എന്നെ ചതിച്ചു പക്ഷേ അതിനകത്താണ് പാട്ടെഴുത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യം വരുന്നത്. ലോകം എനിക്കത് യോഗ്യമല്ലാതായി. ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പോൾ പാട്ട് വന്നതാണ്, തിരുമൊഴി കാതിൽ മുഴങ്ങി, തൻ സ്നേഹ നദിയിൽ ഞാൻ മുങ്ങി, ക്രൂശിതനായോനെ നോക്കി, സർവം മറന്നു വണങ്ങി, തൻ തേജസ്സിൽ ഞാൻ മയങ്ങി. ഈ പാട്ട് എപ്പോൾ പാടിയാലും കരുണാമയൻ പാടുന്ന പോലെ തന്നെ വളരെ ദൈവസാന്നിധ്യം വന്ന് കേൾക്കുന്നവരെ മൂടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത നമ്മൾ സ്വീകരിച്ച് അത് പാട്ടായിട്ട് എഴുതിയാൽ കേൾക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കും, ദൈവിക നിർദ്ദേശം ലഭിക്കും. അനേകർ ജീവിച്ചത് നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടതുകൊണ്ടല്ല, അവർ ചില പാട്ടുകളിലെ ചില വരികൾ അവരെ ജീവിപ്പിക്കുമായിരുന്നു. കാരണം ബൈബിൾ പറയുന്നുവല്ലോ, ദൈവവചനം പറയുന്നുവല്ലോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഈ പാട്ടും വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവഭക്തന്മാരെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയ് ട്രാവൽ. Come